ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. ഇന്നു മുതല് നമ്മള് അപരോക്ഷാനുഭൂതി എന്ന ആ പ്രകരണ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ നമ്മൾ എത്തിപ്പെടാതിരുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഇനി വരുന്ന ഭാഗം. അപരോക്ഷാനുഭൂതി എന്ന ഗ്രന്ഥത്തിന്റെ കാതലായ ഭാഗം. അതായത് ആ ബ്രഹ്മാനുഭൂതി നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ മാറ്റി അതെങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ഗ്രന്ഥം. അതില് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. മനസ്സിനെ ഒരു നല്ല ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ സാധാരണ നമുക്ക് സംഭവിക്കുന്നത് ഒരു നിഷ്ഠയായിട്ടുള്ള ഒരു ജീവിതത്തിൽ പോകാൻ പറ്റാത്ത പല കാര്യങ്ങൾ. അപ്പോ അതിനെയാണ് ജ്ഞാന നിഷ്ഠയിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആചാര്യസ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. നിധിധ്യാസനം എന്ന സാധനയാണ്. ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവണം നമ്മൾ ധാരാളം കേട്ടു. മനനം, അതാണ് ഇപ്പൊ വിചാരമാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നെല്ലാം ഓരോ കാര്യത്തെക്കുറിച്ചുള്ള വിചാരം ചെയ്യലാണ്. ഇനിയാണ് നിധിധ്യാസനം എന്ന ഭാഗം ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. നോക്കാം. 100ാമത്തെ ശ്ലോകം തൊട്ടാണ് അത് ഈ ഗ്രന്ഥത്തിൽ ആരംഭിക്കുന്ന 100ാമത്തെ ശ്ലോകം. ത്രിപഞ്ചാംഗാന്യഥോ വക്ഷ്യേ പൂർവോക്തസ്യ ഹി ലബ്ധയേ തൈശ്ച സർവൈ സദാ കാര്യം നിധിധ്യാസനമേവ തു. ത്രിപഞ്ചാംഗാന്യഥോ വക്ഷ്യേ പൂർവോക്തസ്യ ഹി ലബ്ധയേ തൈശ്ച സർവൈ സദാ കാര്യം നിധിധ്യാസനമേവ തു. ഈ 100ാമത്തെ ശ്ലോകം മുതൽ 134ാമത്തെ ശ്ലോകം വരെ 35 ശ്ലോകങ്ങള് ആചാര്യസ്വാമി ഈ ഒരു സബ്ജക്റ്റിൽ മാത്രം നിർത്തിയിരിക്കുകയാണ്. നിധിധ്യാസനം എന്ന വിഷയത്തെ മാത്രമാണ് 35 ശ്ലോകങ്ങൾ കൊണ്ട് ഇനി ആചാര്യസ്വാമികൾ പറയാൻ പോകുന്നത്. ഈ ആദ്യത്തെ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും ഈ സബ്ജക്റ്റിനെ, നിധിധ്യാസനം എന്ന സബ്ജക്റ്റിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു ആചാര്യസ്വാമികൾ. ഉപനിഷത്ത് എന്ന ജ്ഞാനം തരുന്ന ഇൻസ്ട്രുമെന്റിനെ, ഉപനിഷത്ത് എന്ന ജ്ഞാനം തരുന്ന ആ ഇൻസ്ട്രുമെന്റിന്, ഉപനിഷത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്ത് ഇൻസ്ട്രുമെന്റ് ആണ്? ജ്ഞാനം തരുന്ന ഇൻസ്ട്രുമെന്റ്. അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ജ്ഞാനമാണ് ലഭിക്കുന്നത്. ഉപനിഷത്തിനെ ശരിയായിട്ട്, വേദാന്ത ആയ ഉപനിഷത്തിനെ ശരിയായിട്ട് ഉപയോഗിച്ചാൽ ജ്ഞാനം ലഭിക്കും. അപ്പോ അങ്ങനെ ജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് ആ ഉപനിഷത്തിനെ എന്ത് പറയാം? പ്രമാണം എന്ന് പറയാം. നേരത്തെ നമ്മൾ അതിനെ കുറിച്ച് നോക്കി, പ്രമാണം എന്തിനാ പറയുക എന്നുള്ളത്. അപ്പൊ പ്രമാണം എന്ന് പറയാം. അറിവ് തരുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ പ്രമാണം എന്ന് പറയാൻ പറ്റും. നമുക്കൊരു അറിവ് കിട്ടണം, അതിനെ മാത്രമേ, ആ ഉപകരണത്തെ മാത്രമേ പ്രമാണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോ പ്രമാണം ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക? അറിവ് വരും. അറിവ് തരുന്നതിനെ പ്രമാണം എന്ന് പറയാം. അതിനർത്ഥം എന്താ? ആ പ്രമാണം ഉപയോഗിച്ചാൽ അറിവ് ഉണ്ടാകും. അപ്പോ അറിവ് വരും. അറിവ് വന്നാൽ എന്താണ് ഗുണം? അത് വേണല്ലോ. അറിവ് വരുന്നു. അറിവ് വന്നാൽ എന്താണ് ഗുണം ഉണ്ടാകുന്നത്?
അവിടെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമുക്ക് കുറെ അറിവുകൾ നമുക്ക് കിട്ടി, ധാരാളം അറിവുകൾ കിട്ടി, എത്രയോ അറിവുകൾ കിട്ടി ഈ ഗ്രന്ഥങ്ങളിൽ കൂടെയൊക്കെ. ശരിക്കും ഇനി എന്താണ് സംഭവിക്കേണ്ടത്? അറിവ് ലഭിച്ചാൽ സംഭവിക്കേണ്ടത് അതനുസരിച്ച് ഒരു ജീവിതം ചിട്ടപ്പെടുത്തണം. ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത്, അല്ലെ? ഇത്രയും നമ്മൾ അറിവ് സമ്പാദിച്ചു, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെ ഈ അറിവനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? അത് പറ്റാതിരിക്കാൻ പല സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്, പൂർവ്വജന്മകർമ്മവും എല്ലാം ഉണ്ട്, ഇതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതായ സമയം വന്നിരിക്കുന്നു. 99 ശ്ലോകവും പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, അതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ആര്? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന, അമൃതത്വം ആഗ്രഹിക്കുന്ന, സച്ചിദാനന്ദം എന്ന് സ്വയം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ 99 ശ്ലോകത്തിലെ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ആ അന്തിമ റിസൾട്ട് ഉണ്ടാകില്ല. അപ്പോ അറിവ് ലഭിച്ചു, ആ അറിവിനെ അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടണം. പക്ഷേ ഒരു വലിയ പ്രശ്നം നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? അറിവ് വന്ന ശേഷവും അതിനെ മുഴുവനായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. വളരെ ശരിയല്ലേ? അറിവ് വന്ന ശേഷവും അതിനെ മുഴുവനായും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്, എവിടെയെല്ലാമോ തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പൂർണ്ണൻ എന്നെത്രയോ പഠിച്ചു, ഞാൻ ആത്മാ, നാശമില്ലാത്തവൻ, ജന്മമില്ലാത്തവൻ, അമൃതത്വം, ഇതൊക്കെ പഠിച്ചു. ലോകം മിഥ്യ എത്രയോ പഠിച്ചു, ഇല്ലേ? എത്ര ശ്ലോകങ്ങളാണ് പഠിച്ചേ? ലോകം മിഥ്യ. അങ്ങനെ ഇതെല്ലാം അറിവായിട്ട് നമുക്ക് വന്നു, ഇതെല്ലാം അറിവായി, നല്ല രീതിയിൽ അറിവായിട്ടുണ്ട്, സംശയമില്ല. പിന്നെ പറഞ്ഞു ലോകത്തിന് മുഖ്യത്വം കൊടുക്കണ്ട, അതും മനസ്സിലായി, ശരിയാണ്, ലോകത്തിന് മുഖ്യത്വം കൊടുക്കണ്ട. ഇനി എന്താ വേണ്ടത്? ഈ അറിഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെ ജീവിക്കണം. ജീവിതം ഇതനുസരിച്ച് നടക്കണം. പക്ഷേ യഥാർത്ഥ അനുഭവത്തിൽ എന്താ നടക്കുന്നത്? നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതാണ്, ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അറിവില്ലായ്മയല്ലല്ലോ, അറിവ് എത്രയോ ലഭിച്ചു, അതിന് ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിതത്തെ അതേ രീതിയിൽ ചിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താ? ഈ അറിവ് ലഭിക്കുന്നതിന് മുൻപ് എങ്ങനെ ഇരുന്നുവോ അതേപോലെ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അറിവ് ലഭിച്ചു, നമ്മുടെ പെരുമാറ്റത്തില് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സ്വയം ചിന്തിക്കുക. നേരത്തെ അറിവില്ലാത്ത സംസാരിയായിരുന്നു, ഇപ്പോൾ രസകരമായിട്ടാ ഗുരുനാഥൻ എങ്ങനെയാ പറയുന്നത്? നേരത്തെ അറിവില്ലാത്ത സംസാരി, ഇപ്പോൾ അറിവോട് കൂടിയ സംസാരി. ഇങ്ങനെയാണ് ഗുരുനാഥൻ അത് തന്നെ പറഞ്ഞത്. നേരത്തെ അറിവില്ലാത്ത സംസാരി, ഇപ്പോ അറിവോട് കൂടിയ സംസാരി. ആ സംസാരി എന്നുള്ളതിനെ എടുത്ത് കളയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നേരത്തെ കാര്യങ്ങൾ അറിയാതെ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നു, ഇപ്പോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ധാരാളം പ്രമാണങ്ങളിൽ കൂടി അറിവ് കിട്ടി, എന്നിട്ടും ദുഃഖം, അതായത് അറിഞ്ഞും ദുഃഖം അനുഭവിക്കുന്നു. നേരത്തെ അറിയാതെ ദുഃഖം അനുഭവിച്ചു, ഇപ്പോ അറിഞ്ഞിട്ടും ദുഃഖം അനുഭവിക്കുന്നു. ശരിയല്ലേ? വളരെ ശരിയല്ലേ? വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധാപൂർവം ഇനി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു ഭിക്ഷക്കാരൻ, തീർത്തും ദരിദ്രൻ. ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, ദരിദ്രനാണെന്നുള്ളത്. വളരെ കഷ്ടപ്പെട്ട്, ആരോഗ്യമെല്ലാം മോശം. അയാൾ ചെറിയൊരു കുടിലിനകത്ത്, ഒരു 50 സ്ക്വയർ ഫീറ്റ് കാണും, ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് അതിനകത്ത് കഴിയുക. ദാരിദ്ര്യം മാത്രമാണ്.
ഒരു ദിവസം അയാൾ അറിയുന്നു, അയാള് ആ കുടില് വെച്ചിരിക്കുന്ന, ആ കിടന്നുറങ്ങുന്ന ആ നിലത്തിന് താഴെ ഒരു 100 അടി താത്തിയാൽ അവിടെ ഒരു വലിയൊരു നിധി കിടപ്പുണ്ട് എന്ന് ആരോ ഒരു വലിയ ജ്യോതിഷി ഇയാളോട് പറയുന്നു. പക്ഷേ അത്രയും കുഴിക്കാൻ അയാളുടെ കാശില്ല. അയാളുടെ ഒന്നുമില്ല. ദിവസം അന്നത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആൾ എങ്ങനെയാ കുഴിക്കുക? ശരി, എന്നാ വേറെ ആരോടെങ്കിലും പറഞ്ഞ് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അയാളെ സഹായിക്കും? 100 അടി ഈ ഇതിന്റെ കെട്ടിടത്തിന്റെ ഞാൻ ഈ കിടക്കുന്നതിന്റെ താഴെ 100 അടി താത്തിയാൽ എനിക്ക് നിധി കിട്ടും. നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് വിറ്റേച്ച് നിങ്ങൾക്ക് കുഴിച്ചതിന്റെ കാശ് തരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇയാളെ സഹായിക്കുമോ? സഹായിക്കില്ല. കാരണം അയാളെ ആരും വിശ്വസിക്കില്ല. ഇതേ അവസ്ഥയാണ് നമ്മുടെ. അറിവ് അടിയിലുണ്ട്. അറിയിൽ നല്ല അറിവുണ്ട്, അടിയിൽ നല്ല അറിവുണ്ട്, ധാരാളം അറിഞ്ഞിട്ടുണ്ട്. ഭിക്ഷക്കാരൻ 100 അടി താഴെ നോക്കുമ്പോ പണക്കാരനാണ്, അല്ലേ? മുകളിൽ ഭിക്ഷക്കാരനായിട്ടിരിക്കുന്നു. 100 അടി താഴെ അയാളെ കുറിച്ച് ചിന്തിച്ചാലോ, അയാളുടെ ആണല്ലോ നിധി. അപ്പൊ അയാൾ ആരാണ്? വലിയ പണക്കാരനാണ്. പക്ഷെ എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. മുകളിൽ നോക്കുമ്പോ ഭിക്ഷക്കാരൻ, താഴെ അണ്ടർഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ നിധി കിടക്കുന്നു. അപ്പൊ അയാൾ ഭയങ്കര പണക്കാരൻ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ഇവിടെയാണ് ശാസ്ത്രം സഹായിക്കുന്നത്. ഇവിടെ ശാസ്ത്രം സഹായിക്കും. എങ്ങനെ സഹായിക്കുക? ഓൾറെഡി അറിവ് ഉണ്ട്. അറിവുണ്ട്, സംശയമില്ലാത്ത കാര്യം, അറിവുണ്ട്. പിന്നെ എന്താ വേണ്ടത്? അറിവ് പ്രവൃത്തി പദത്തിൽ വരണം. അടിയിൽ നിധിയുണ്ട്, അതിനെ കുഴിച്ചെടുത്ത് മുകളിൽ കൊണ്ടുവന്നാൽ സുഖമായിട്ട് കഴിയാം. ഭിക്ഷക്കാരൻ എന്നുള്ള അവസ്ഥ മാറി നല്ല പണക്കാരനായിട്ട് ജീവിക്കാം. ഉണ്ട്, പക്ഷെ പുറത്ത് കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ കാര്യം. ഒരു തടസ്സമുണ്ട്. ഇവിടെ ഒരു തടസ്സമുണ്ട്. ഇവിടുത്തെ തടസ്സം എന്താണ്? ഭിക്ഷക്കാരന്റെ കാര്യം മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഇനി എന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇനി ഇവിടെ നമ്മളിൽ അറിവുണ്ട്, തടസ്സവുമുണ്ട്. ഈ തടസ്സം ഭിക്ഷക്കാരനെ സഹായിക്കാൻ, അവിടെ അയാൾ ഭിക്ഷക്കാരനായതുകൊണ്ട് അയാൾക്ക് ആരും കടം കൊടുക്കാനില്ല. കടം കൊടുത്ത് ആ മേടിച്ച സ്ഥലം കുഴിച്ചു നോക്കാനുള്ള പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുമ്പോൾ കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കില്ല. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ പ്രവൃത്തിപഥത്തിൽ ഈ അറിവിനെ വരുത്താൻ ഒരു തടസ്സമുണ്ട്. തടസ്സം ആരിലാണ്? അതാണ് ഇവിടുത്തെ വിഷയം. തടസ്സം ആരിലാണ്? നന്നായിട്ട് ചിന്തിക്കണം. നമ്മൾ അറിഞ്ഞ അറിവിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ തടസ്സമുണ്ട്. ആ തടസ്സം ആരിൽ ആണ്? അവനവനിൽ തന്നെയാണ്, അല്ലെ? നമ്മളല്ലേ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അപ്പൊ തടസ്സം അവനവനിൽ തന്നെയാണ്. നമ്മുടെ തന്നെ മനസ്സിലാണ് തടസ്സം, ശരീരത്തിലല്ല. അതാ രസം. മനസ്സിലാണ് ഈ തടസ്സം. സൂക്ഷ്മ ശരീരത്തിലാണ് തടസ്സം, മനസ്സിലാണ് തടസ്സം. കാരണം അത് വാസനാരൂപത്തിലിരിക്കും. പൂർവജന്മ വാസനാരൂപത്തിൽ ഇരിക്കുന്നു. എത്രയോ, ഒരു ജന്മത്തിന്റെ ഒന്നല്ലല്ലോ, എത്രയോ ജന്മങ്ങളിലെ സഞ്ചിത കർമ്മത്തിൽ നിന്ന് എടുത്തു വന്ന ആ വാസനകള് ആ വാസനാരൂപത്തിൽ മനസ്സിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കോടി കോടി ജനങ്ങളുടെ മനസ്സ് കോടി കോടി രൂപത്തിലാണ്. ആരുടെ രണ്ടുപേരുടെ മനസ്സൊരുപോലെ അല്ലേ? അല്ല. പൂർവ സംസ്കാരമാണ് അവിടെ വന്നിരിക്കുന്നത്. പൂർവ സംസ്കാര രൂപം. നമ്മുടെ മനസ്സ് ശരിക്കും പൂർവ സംസ്കാര രൂപമാണ്. അതാണ് മനസ്സ്. ഒരാളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ പൂർവ്വ സംസ്കാരമാണ്. നല്ല മനസ്സുള്ള ആളാട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൂർവ്വ സംസ്കാരം നല്ലതായിരുന്നു എന്നർത്ഥം. ഭയങ്കര ദുഷ്ടനാണ്, അതിന്റെ അർത്ഥം എന്താ? പൂർവ്വ സംസ്കാരം ദുഷ്ടനായിരുന്നു എന്ന്. ഇങ്ങനെ ആ മനസ്സ്, ഒരാളുടെ മനസ്സാണ് അയാളുടെ പൂർവ്വ സംസ്കാരം. അപ്പൊ നമ്മുടെ ക്യാരക്ടർ തന്നെ നമുക്ക് പ്രോബ്ലം ആയിരിക്കുന്നു. രസകരമായിട്ടാണ് ഗുരുനാഥൻ അത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വഭാവം തന്നെ നമുക്ക് പ്രതികൂലമായിരിക്കുന്നു. എന്ത് രസമായിട്ടാ അതിനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ആരെ കുറ്റം പറയണ്ട. നമ്മുടെ സ്വഭാവം തന്നെ, നമ്മുടെ ക്യാരക്ടർ തന്നെ നമുക്ക് പ്രോബ്ലം ആയിരിക്കുന്നു. എന്തൊക്കെയാണത്? മാന്ദ്യം, വിഷയാസക്തി എന്നൊക്കെ അതിനെ യോഗശാസ്ത്രത്തിൽ പല പേരുകൾ പറയും. മാന്ദ്യം, വിഷയാസക്തി,
ഇതൊക്കെയാണ് പ്രോബ്ലം. ഇങ്ങനെ യോഗശാസ്ത്രത്തിൽ ഇങ്ങനെ കുറെ പ്രോബ്ലങ്ങൾ പറയും. ഇതെല്ലാം ആരിലുണ്ട്? നമ്മളിലുണ്ട്. വേറെ ആരെയും ഉത്തരവാദിത്വം കൊടുക്കേണ്ട കാര്യമില്ല, നമ്മളിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. പിന്നെന്താണ്? ആസക്തി. ഈ മനസ്സിൽ എന്താ ഉള്ളത്? ആസക്തി. ഭയങ്കര കാര്യമായിട്ട് മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ആസക്തി. ആസക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അറ്റാച്ച്മെന്റ്. എല്ലാത്തിനോടുമുള്ള അറ്റാച്ച്മെന്റ്, ആസക്തി. അത് രജോ ഗുണദോഷം അല്ലെ? രജോ ഗുണദോഷം. പിന്നെയോ മാന്ദ്യം. അങ്ങനെ ഒരെണ്ണുണ്ട്, മാന്ദ്യം. അതായത് മാന്ദ്യത്തിന്റെ ശരിക്കും പറഞ്ഞാൽ മാന്ദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കിയ കുറെ തടസ്സങ്ങളുണ്ടല്ലോ, നമ്മളെ ആത്മനിഷ്ഠനാകാൻ, ജ്ഞാനനിഷ്ഠനാകാൻ അനുവദിക്കാതെ നമ്മളെ മാറ്റി നിർത്തുന്ന മനസ്സിലുള്ള തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ നീക്കാനുള്ള ഒരു ഉണർവ്, ആ തടസ്സങ്ങളെ മറികടക്കാൻ, അതിനെ തള്ളി മാറ്റി മുന്നോട്ട് പോകാൻ ഒരു ഉണർവ് വേണം. ആ ഉണർവ് നമുക്കില്ല. അതിനെയാണ് മാന്ദ്യം എന്ന് പറയുന്നത്. നമ്മൾ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ഇച്ചുമാ ഡിക്ഷണറി മീനിങ് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എന്താണ് ഒരു സാധകനെ സംബന്ധിച്ചോളം എന്താണ് മാന്ദ്യം? അയാളുടെ പൂർവജന്മ സംസ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സ് ഇപ്പോൾ ലഭിച്ച നല്ല അറിവിനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉണർവ് അയാളിൽ ഉണ്ടാക്കുന്നില്ല. അതാണ് മാന്ദ്യം. അത് തമോ ഗുണമാണ്, തമോ ഗുണദോഷം എന്ന് പറയാം. നേരത്തെ പറയുന്ന അറ്റാച്ച്മെന്റ് രജോ ഗുണദോഷം, ഇത് തമോ ഗുണദോഷം. സത്വഗുണത്തിനും അതുപോലെ ദോഷമുണ്ട്. ഞാനെല്ലാം പെർഫെക്റ്റ് ആണെന്നൊരു തോന്നലുണ്ടല്ലോ സത്വഗുണക്കാരന്. അങ്ങനെ പുതിയത് മനസ്സിലാക്കാനുള്ള മടി വരും, ഒരുപാട് കാര്യങ്ങൾ വരും. സത്വഗുണത്തിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഗുണത്തിൽ ഉറച്ചു നിന്നാൽ അതിൽ ദോഷങ്ങളുണ്ടാവും. അതാണ് ഗുണാതീതനായിരിക്കണം. ഭഗവാൻ ഗുണാതീതൻ എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പോ ഈ ദോഷങ്ങളിൽ, 3 സത്വരജ തമോ ഗുണങ്ങളിൽ ഉള്ള ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ ശാസ്ത്രം ശ്രവണ മനനത്തിന് ശേഷം ജ്ഞാനനിഷ്ഠയാകുവാൻ നിധിധ്യാസനം എന്ന സാധനയെ പറയുന്നു. ഇത് വളരെ പ്രത്യേകം മനസ്സിലാക്കണം. ശ്രവണ മനനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ജ്ഞാനത്തെ നിഷ്ഠയാക്കുവാൻ നിധിധ്യാസനം അത്യന്താപേക്ഷിതമാണ്. അതിൽ കൂടെ കടന്നേ പറ്റൂ. അത് തന്നെ പ്രധാനം. ആത്മജ്ഞാനം പരോക്ഷജ്ഞാനമായിട്ട് എങ്കിലും ഉണ്ടെങ്കിലേ നിധിധ്യാസനം ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ 100ാമത്തെ ശ്ലോകം വരെ നമ്മളെ കൊണ്ടുവന്ന നിധിധ്യാസനത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ ആദ്യമേ അത് പറഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാകില്ല. അതുകൊണ്ട് ആചാര്യസ്വാമി ഇത്രയും വരെ 99 ശ്ലോകവും പറഞ്ഞ ശേഷം 100ാമതാണ് നിധിധ്യാസനത്തിനെ കുറിച്ചുള്ള നമുക്ക് പറഞ്ഞു തരാനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഇല്ലേ, നമ്മളെ നേരത്തെ വിളിച്ചല്ലോ. ആദ്യം നമ്മളെ മൂഢന്മാർ എന്ന് പറഞ്ഞു മൊത്തത്തില്, പിന്നീട് നമ്മളെ വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിച്ചു. മഹാൻ എന്ന് നമ്മളെ വിളിച്ചു, നല്ല അറിവുള്ളവനാണ് എന്ന് നമ്മളെ വിളിച്ചു. അപ്പോൾ ഇത്രയും അറിവ് നേടിയിരിക്കുന്നു എന്ന് ആചാര്യസ്വാമി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ നമുക്കിത് ഉപദേശം തരുന്നത്. അപ്പൊ പരോക്ഷമായി എങ്കിലും നമ്മുടെ ഉള്ളിലൊരു ജ്ഞാനം ഉണ്ടെങ്കിലേ നിധിധ്യാസനം പറ്റുകയുള്ളൂ. അതുകൊണ്ടോ എന്ന് സ്വയം നമ്മൾ ചിന്തിക്കുക. പരോക്ഷമായിട്ട് നമ്മുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്, പ്രത്യക്ഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ പരോക്ഷമായിട്ട് ഉണ്ട്. അപ്പോ അതിനെ അപരോക്ഷം അല്ലെ, അങ്ങനെ കൊണ്ടുവരാനാണല്ലോ ഈ ശ്രമം നടക്കുന്നത്. അപ്പൊ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നത്? ആദ്യത്തെ സ്റ്റേജ് ഒക്കെ പറഞ്ഞു, പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞല്ലോ. അതിലിപ്പോ ഏറ്റവും അവസാനം പറഞ്ഞത് സ്റ്റേജ് മനസ്സിലാക്കാനായിട്ട് ആചാര്യസ്വാമി ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിച്ച സൂത്രമാണ് അവസാനം പറഞ്ഞ ലോ ഓഫ് കർമ്മയുടെ കാര്യം പറഞ്ഞപ്പോ, ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന്
നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അവനവനെ സ്വയം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, പല സ്ഥലത്തും ഉപനിഷത്തില് ആദ്യത്തെ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടിയിട്ട്, ഈ പാഠങ്ങൾ പഠിക്കുന്ന ആദ്യ ഭാഗങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ എന്ന് പറയും. സൃഷ്ടിക്രമങ്ങളൊക്കെ പറയും. അതിൽ നിന്ന് ഇതുണ്ടായി, ഇതിൽ നിന്ന് പിന്നെ ഇതുണ്ടായി, പിന്നെ അടുത്തതുണ്ടായി, ഇങ്ങനെ വരിവരിയായിട്ട് ഓരോ കാര്യങ്ങളുണ്ടായി എന്നൊക്കെ പറയും. പക്ഷേ ഫൈനലായിട്ട് വരുന്ന ഒരാൾക്ക് ഒറ്റ കാര്യമുള്ളൂ, സർവവും ബ്രഹ്മം. അവിടെ പിന്നെ ഒന്നുമില്ല. അത് ഭംഗിയായിട്ട് നമ്മളെ കുറെ ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നു. ജീവൻ മുക്തി, മോക്ഷം എന്ന ഫലം കിട്ടണമെങ്കിൽ ചില സാധനങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പൊ നമ്മളിൽ എത്ര പേര് കറക്റ്റായിട്ട് സാധന ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ഇതിപ്പോ നമുക്ക് വേറെ ആരും ബോധിപ്പിക്കാനൊന്നുമല്ല. അവനവൻ ചിന്തിക്കുക, എത്രമാത്രം സാധനകൾ ഞാൻ ചെയ്യുന്നുണ്ട്. സാധന കൂടിയേ പറ്റൂ. സാധനയില്ലാതെ ജീവൻ മുക്തി ലഭിക്കില്ല, ഉറപ്പാണ്. സാധനകൾ കൂടിയേ തീരൂ. അപ്പൊ എന്തെല്ലാം സാധന ചെയ്യുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് നോക്കുക. ആ സാധനകൾ എൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് എത്രമാത്രം പ്രയോജനം ചെയ്യും, പോരെങ്കിൽ എന്തുമാത്രം അത് വളർത്തണം എന്നും കൂടെ ചിന്തിക്കേണ്ട സമയമാണ് നിധിധ്യാസനത്തിൽ വരുന്നത്. സാധനങ്ങൾ ചെയ്താൽ നമ്മുടെ ജ്ഞാനനിഷ്ഠയായി, അതാണ് കറക്റ്റായിട്ട് സാധനങ്ങൾ ഫോളോ ചെയ്താൽ. നമ്മൾ കാണുന്ന മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നവരാണ്. ഒരു സുപ്രഭാതത്തിൽ മഹാനായവരൊന്നുമല്ല ഇവരാരും. എല്ലാവരും സാധന, നിർബന്ധമായിട്ട് സാധന ഇരുന്നവരാ. അതില് അറ്റാച്ച്മെന്റ് വിട്ടവരെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടും. അച്ഛനെയും അമ്മയും ഒരു നേരത്ത് ഉപേക്ഷിച്ച് പോവുകയാണ്. എൻ്റെ ലക്ഷ്യം വേറെയാണ് എന്നും പറഞ്ഞ അച്ഛനെയും അമ്മയും സഹോദരന്മാരും എല്ലാവരും ഉപേക്ഷിച്ച് പോവുക. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ കുളിരൊക്കെ ഉണ്ടാവും. പക്ഷെ അവനവന്റെ കാര്യത്തിൽ പറ്റുമോ? ഒരു നേരം മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ? അതേസമയം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനിയൊരു ജീവിതം വേണമെന്ന് ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി, ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിയാൽ മതി, ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ മതി. ഇത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ പറ്റില്ല. വായിക്കാനൊക്കെ രസം. അപ്പൊ ആചാര്യസ്വാമി എന്താ പറയണേ? അത് പോരാ. ശരിക്കും അറിവ്, പരോക്ഷമായിട്ട് അറിവുണ്ടല്ലോ ഇപ്പോ. ഇതിനെ കൊണ്ടുവരൂ, മുന്നിലേക്ക് കൊണ്ടുവരൂ. കുറേശ്ശെയായിട്ട് ഡിറ്റാച്ച്മെന്റിലേക്ക് മുന്നോട്ട് വരട്ടെ. അപ്പൊ അതിന് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ജ്ഞാനം അതിന്റെ യഥാർത്ഥ ഫലത്തെ എപ്പോ തരും? എപ്പോഴാണ് ജ്ഞാനം അതിന്റെ യഥാർത്ഥ ഫലത്തെ തരിക? ജ്ഞാനനിഷ്ഠനാവുമ്പോഴേ തരുള്ളൂ. ജ്ഞാനനിഷ്ഠനായ തിരിച്ചു പുറകോട്ട് പോക്കില്ല. ഇപ്പൊ പുറകോട്ട് പോകുന്ന എന്തുകൊണ്ടാ? ജ്ഞാനം എന്ന അറിവ് പരോക്ഷമായിട്ടുണ്ട്, ജ്ഞാനനിഷ്ഠയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ആ ജ്ഞാനം ലഭിച്ചൊരവസ്ഥയിൽ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? അല്ല. ജ്ഞാനം ലഭിച്ചിട്ടില്ലേ? കുറേ നമുക്ക് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്, അത് നിഷ്ഠയായിട്ടില്ല. അറിവ് ധാരാളം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ആ അറിവിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല. ഏതെങ്കിലും ഒരു ദിവസം ഫുള്ളായിട്ട് അത് നിൽക്കാൻ പറ്റുമോ? ദിവസമല്ല, ഒരിക്കലും പറ്റുന്നില്ല. പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോകത്തില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റില്, ഒരു കാര്യത്തില് നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തെ നമ്മൾ ബേസ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്നെ പുറകോട്ട് പോവില്ല. അങ്ങനെ ചിലർക്ക് കാണാം. ചില ആൾക്കാർ, ഇപ്പോ നമ്മൾ ഇത്രയും പേരുള്ളതിൽ ചില ആൾക്കാർ സാധന ചെയ്യുന്നവരുണ്ടാകാം. ഏതെങ്കിലും ഒരു കാര്യത്തെ ഞാൻ ഇനി ഇതിലേക്ക് പോകില്ല, അതെന്റെ സാക്ഷാത്കാരത്തിന് എതിരാണ്, അതുകൊണ്ട് അതിനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രാവർത്തികമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയണം, ഉണ്ടാകും. അതിനെ കൂട്ടി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. അതിനെ കൊണ്ടുവന്ന് എല്ലാ തലത്തിലും, ജീവിതത്തിന്റെ സകല തലത്തിലും ഈ കിട്ടിയ അറിവിനെ പ്രാവർത്തികമാക്കിയാലേ ജ്ഞാനനിഷ്ഠനാവും. ജ്ഞാനനിഷ്ഠനായാലേ മുക്തി ഉണ്ടാവും. അപ്പോ നോക്കിയിരുന്ന സമയം പോകും. എപ്പോഴാണ് ഇല്ലേ? നമ്മളിപ്പോ കാണുന്ന മരണങ്ങളൊക്കെ അപ്രതീക്ഷിത മരണങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അജ്ഞാനിയാണല്ലോ, അതുകൊണ്ട് അപ്രതീക്ഷിതമാണ്. ജ്ഞാനിയെ സംബന്ധിച്ചും പ്രതീക്ഷിതമായിരിക്കും. നമ്മൾക്കെല്ലാം അപ്രതീക്ഷിതമായി. അയ്യോ, ആ പുള്ളി പെട്ടെന്ന് പോയല്ലോ, ഇത്രയും പെട്ടെന്ന് പോകാൻ പാടില്ലായിരുന്നു,
എന്താ പറ്റിപ്പോയെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പറയും. പക്ഷെ എല്ലാതിൻ്റെതായ സമയത്താണ് നടക്കുന്നത്. ഒന്നും സമയം തെറ്റി നടക്കുന്നില്ല, എല്ലാം കറക്റ്റ് സമയത്താണ് നടക്കുന്നത്. നമുക്ക് അകാല മരണങ്ങളുണ്ട്, എല്ലാം പലതും ഉണ്ട്. നമ്മൾ എന്താ കാരണം, നമ്മൾ സംസാരിയായിരിക്കുന്നത് കൊണ്ട്. അപ്പോ നമ്മുടെ കാര്യത്തിലും ഇതേ കാര്യം സംഭവിക്കാം, അല്ലേ? എപ്പോ വേണമെങ്കിൽ മരണം സംഭവിക്കാം. അതിനു മുമ്പ് എത്രത്തോളം കാര്യങ്ങളിൽ ജ്ഞാനനിഷ്ഠ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുവന്നാൽ അടുത്ത സ്റ്റേജ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചെന്ന് ജനിക്കുന്ന സ്ഥലം നല്ല സ്ഥലമായിരിക്കും, നല്ല ഗുരുവിന്റെ അടുത്തൊക്കെ ആയിരിക്കും ചെന്ന് ജനിക്കുന്നത്. പെട്ടെന്ന് ഉപനിഷത്തും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ പഠിച്ച് അടുത്തതിലെങ്കിലും എങ്ങനെയെങ്കിലും കരപറ്റാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഒട്ടും ജ്ഞാനനിഷ്ഠയ്ക്ക് പോയില്ലെങ്കിലോ എത്ര ജന്മം വേണ്ടി വരും പിന്നീട് ജ്ഞാനനിഷ്ഠ കൊണ്ടുവരാൻ? അപ്പോ ഒരു അറ്റാച്ച്മെന്റും വെച്ചാണ് ഇപ്പൊ ഈ ബോഡി വിട്ടു പോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു അറ്റാച്ച്മെന്റും കൊണ്ടാണ് ഈ ശരീരം വിട്ടു പോകണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലെ അറ്റാച്ച്മെന്റ് കുറെ ഉണ്ടാവും. അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ പ്ലസ്, അല്ലെ? A+ ഒക്കെ മേടിച്ചാ പോകുന്നത്. അപ്പോ എല്ലാം ഫുൾ A+ ആണെങ്കിൽ റെഡിയല്ലേ നമ്മുടെ കാര്യം? നമുക്ക് A+ പാടില്ല. നമ്മളെല്ലാത്തിലും A+ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മുടെ A+? സത്യം, അതിൽ A+ ആയിരിക്കണം. ധർമ്മം A+ ആയിരിക്കണം. ശാന്തി A+ ആയിരിക്കണം. അഹിംസ A+ ആയിരിക്കണം. പ്രേമം A+ ആയിരിക്കണം. അതാണ് നമ്മുടെ A+ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, അറ്റാച്ച്മെന്റിലാണ് A+ നമുക്ക്. അപ്പൊ പിന്നെന്തായി? അടുത്തതില് ഇഷ്ടംപോലെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഇത്രയും പോലും കിട്ടില്ല. ഇപ്പൊ മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നത് എവിടെയോ നമ്മൾ കുറെ പുണ്യം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കുറെ A+കൾ നമ്മൾ സത്യധർമ്മ ശാന്തി പ്രേമാഹിംസയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ബാബ നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഇനി പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത് കൊണ്ടെത്തിച്ചിരിക്കുക, വളരെ സമീപത്താണ് നമ്മൾ. ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നിധിധ്യാസനം. ഒരേ ഒരു സാധനമേ ബാക്കിയുള്ളൂ. ശ്രവണം മനനം ഒക്കെ ആയി ഒറ്റ സാധനമാക്കിയുണ്ട്, നിധിധ്യാസനം. ഇതുകൂടി കടന്നാൽ നമുക്ക് ആ സാക്ഷാത്കാരം ഉണ്ടാകും. എന്താണ് യഥാർത്ഥ ആനന്ദം എന്ന് നമ്മൾ അറിയും. അപ്പോ അങ്ങനെ ജ്ഞാനനിഷ്ഠനാകാൻ ചെയ്യുന്ന സാധനയാണ് നിധിധ്യാസനം. യോഗശാസ്ത്രത്തില്, പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തില് ചില വാക്കുകൾ പറയപ്പെട്ടിരിക്കുന്നു. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തില് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അവയ്ക്ക് യോഗശാസ്ത്രത്തില് ഒരർത്ഥം വെച്ചിട്ടുണ്ട്. യോഗശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്കിന്, നമ്മളിപ്പോ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിന് ഡിക്ഷണറി മീനിങ് ഒന്നായിരിക്കും. ഒരു ഡിക്ഷണറി തുറന്നു വെച്ചപ്പോ സംസ്കൃതത്തിന്റെ ഡിക്ഷണറി മേടിക്കുക, ഒരു വാക്ക് കണ്ടു, ആ വാക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ അവിടെ ഒരു അർത്ഥം കാണും. അത് കോമൺ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അവിടെ പറയും. ഇത്ര ഇവിടെ പറയാൻ പറ്റില്ല. പിന്നെ കുറെ അർത്ഥങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ചില ഡിക്ഷണറിയിൽ. അതിനകത്തുനിന്ന് ആ പ്രത്യേക സ്ഥലത്ത് ആവശ്യമായ രീതിയിൽ അതിനെ എടുത്ത് ഉപയോഗിക്കലാണ് ഒരു ഗുരു നമുക്ക് ചെയ്തു തരുന്ന കാര്യം. ഗുരു ഇല്ലാതെ പഠിച്ചാൽ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഗുരു ഇല്ലാതെ ഒരു കാര്യം പഠിച്ചാലുള്ള പ്രശ്നം, ആ സന്ദർഭത്തിൽ ആ വാക്കിന്റെ അർത്ഥം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഗുരുവിനെ പറഞ്ഞുതരാം. കാരണം നമ്മൾ ആ സന്ദർഭത്തിൽ കൂടി പോയിട്ടില്ലല്ലോ. ഗുരു ആ സന്ദർഭത്തിൽ കൂടി വന്ന ആളാണ്. ഇപ്പോ അതിന് പറയും, ഇപ്പൊ നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഡക്ക് അടിച്ചു എന്ന് പറയും. ശരിക്കും ഡക്കിന്റെ മീനിങ് എന്താ? ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവാണ്. ക്രിക്കറ്റിൽ ഡക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് ഒരു റൺസും കിട്ടാതെ പെട്ടെന്ന് ഔട്ടായി പോകുമ്പോൾ ഡക്ക്. അപ്പൊ ഡക്കിന്റെ അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ മുട്ട അല്ലെ, ഒന്നുമില്ല. പക്ഷെ ശരിക്കും ഡക്കിന്റെ മീനിങ് എന്നാ? താറാവുന്ന. അപ്പൊ ഇവിടെ മുട്ടയാണ് പറഞ്ഞ, ഒന്നുമില്ല, മുട്ട കിട്ടി എന്നുള്ള രീതിയിൽ. അതുപോലെ അത് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. അതേപോലെ സംസ്കൃതത്തിലെ വാക്കുകൾക്ക് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അർത്ഥം പറയുന്നത്. യോഗശാസ്ത്രത്തില് ആ വാക്കുകൾക്ക് തനി അർത്ഥമുണ്ട്. അതവിടെ മാത്രമേ പറ്റും, അവിടെ മാത്രം ഉപയോഗിക്കുന്ന അർത്ഥം. അതേമാതിരി നമ്മുടെ ഉപനിഷത്തുകളിലുമുണ്ട്. ധാരാളം വാക്കുകൾ ഉപനിഷത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന്റെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റൂ. ഒരു കാലത്തില് വേദാന്തത്തിൽ വരുന്നവര്
പണ്ട് വേദാന്തം പഠിക്കാനായിട്ട് ആരംഭിക്കുന്നവര് കമ്പൽസറി ആയിട്ട് യോഗശാസ്ത്രവും അഭ്യസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. പണ്ട് വേദാന്തം പഠിക്കാനായിട്ട് വരുന്നവര് യോഗശാസ്ത്രവും കൂടി നിർബന്ധമായിട്ടും പഠിച്ചിരുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. കാരണം യോഗശാസ്ത്രത്തിൽ കൂടി നമ്മൾ ഇന്ന് കേൾക്കുന്ന യോഗയല്ല, ഇപ്പൊ കേൾക്കുന്ന യോഗ മുഴുവൻ ശരീരത്തിന്റെ മസിൽസിനെ ബലം കൂട്ടാനുള്ള രീതിയിലും ചില അസുഖം മാറാനായിട്ടൊക്കെ ആൾക്കാർ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുവന്നിരിക്കുക. യഥാർത്ഥ യോഗം പറയുന്നത് അതല്ല, മനോനിയന്ത്രണത്തിന് ശരീരത്തെയും കൂടെ അതിലേക്ക് കൊണ്ടുവരിക. ശരീരം പല കാര്യങ്ങളും ആവശ്യപ്പെടും, ആ ആവശ്യപ്പെടലിനെ അവിടെ നിയന്ത്രിച്ച്, ശരീരത്തിനെ നിയന്ത്രിച്ച് അതിൽ കൂടി മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അവിടെ യോഗശാസ്ത്രത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം, ഭക്ഷണത്തിൽ വളരെ നല്ല ക്രമീകരണങ്ങൾ, ഇങ്ങനെ മനസ്സിനെ ഏതൊക്കെ വഴിയിൽ കൂടി നിയന്ത്രിച്ച് നിർത്താമോ അതിനുള്ള ഉപാധികളിൽ കൂടിയാണ് യോഗശാസ്ത്രം മുന്നേറുക. മനസ്സിനെ പക്വപ്പെടുത്തും. ശരിക്കും യോഗ പഠിച്ച ഒരാളുടെ മനസ്സ് പക്വപ്പെട്ട മനസ്സായിരിക്കും. അങ്ങനെ പക്വമായ മനസ്സോട് കൂടിയിട്ടാണ് അയാൾ വേദാന്തം പഠിക്കാൻ പോവുക. അപ്പൊ അയാൾക്ക് വേദാന്തം നന്നായിട്ട് മനസ്സിലാവും. അപ്പോ യോഗം ശരിക്കും പറഞ്ഞാൽ വേദാന്തത്തിന് മുമ്പേ വരുന്നത്. യോഗാഭ്യാസം വേദാന്തത്തിന് മുമ്പേ വരേണ്ടതാണ്. കാരണം അവിടെ നിന്ന് മനസ്സിനെ പക്വപ്പെടുത്തി യോഗത്തിൽ വരുമ്പോൾ ശമന്തമത്തിനൊന്നൊരു ബുദ്ധിമുട്ട് വരില്ല. ഇവിടെ ശമതവാദികൾക്ക് ഒരു പ്രശ്നവും വരില്ല. മാത്രമല്ല ഒന്നുകൂടെ ഉറച്ച് കറക്റ്റായിരിക്കും, മാറിപ്പോകത്തില്ല. ഉപനിഷത്ത് പഠിക്കുവാനുള്ള മനസ്സുണ്ടാകാൻ യോഗം വേണം. അപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ചൊരു കാര്യം, നമ്മൾ ഈശ്വരനോട് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഭഗവാൻ ബാബായോടും ശങ്കരാചാര്യസ്വാമിയുടെ ഒക്കെ ഒരുപാട് നമസ്കാരം സമർപ്പിക്കേണ്ട സമയമാണ്. കാരണം പണ്ട് യോഗം, പതഞ്ജലി മഹർഷിയുടെ യോഗ പഠിച്ച് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ആണ് ഉപനിഷത്ത് പഠിക്കാൻ അവർക്ക് അർഹത കിട്ടിയിരുന്നത്. ഇവിടെ നമ്മളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്കറിയില്ല നിങ്ങളിൽ ആരൊക്കെ യോഗ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ യോഗ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഈ മഹത് ഗ്രന്ഥങ്ങൾ പഠിക്കുവാനുള്ള, അതിലേക്ക് ഇറങ്ങുവാനും അതിൽ താല്പര്യമുണ്ടാകാനുള്ളൊരു മനസ്സും ഉണ്ടായി. അത് ഭഗവാൻ അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിൽ ഒരു പക്ഷെ കണ്ടേക്കാം അല്ലേ? അപ്പൊ ചിലപ്പോ പല ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഒരുപക്ഷെ യോഗയൊക്കെ പഠിച്ചിരുന്നിരിക്കാം എന്ന് വിചാരിക്കാം. എന്തായാലും അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബോണസാണ് ഭഗവാൻ തന്നത്, ഒരു അഡീഷണൽ അനുഗ്രഹം നമുക്ക് കിട്ടി. യോഗ ഈ ജന്മത്തില് യോഗ ഒന്നും പഠിക്കാതെ തന്നെ മനസ്സിന് പക്വതയൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലില് ഭഗവാൻ നമ്മളെ ഉപനിഷത്ത് പഠിക്കാനായിട്ട്, വേദാന്തം പഠിക്കാനായിട്ട് നമ്മളെ നയിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ മനസ്സിനെ റിഫൈൻ ചെയ്തിട്ട് വേണം ഉപനിഷത്തിൽ പ്രവേശിക്കാൻ. ആ റിഫൈൻ ചെയ്ത് ആ പ്രക്രിയ ഭഗവാനായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ആര് റിഫൈൻ ചെയ്തു? ഭഗവാൻ റിഫൈൻ ചെയ്തു. നമ്മളായിട്ട് റിഫൈൻ ചെയ്യാനൊന്നും ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് അല്ലേ 10, 60, 70 അത്ര 80 വയസ്സുള്ളവരൊക്കെ കാണുമായിരിക്കും. ഇതിനടുത്ത് വലിയൊരു റിഫൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭഗവാനാണ് നമ്മളെ ഏതായാലും റിഫൈൻ ചെയ്തവനാണ് എന്നും പറഞ്ഞ് മുന്നോട്ട് കടത്തി വിട്ടിരിക്കുന്നേ. അപ്പൊ ഉപനിഷത്ത് കുറേശ്ശെ മനസ്സിലാവുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ട്, നിഷ്ഠയായിട്ടില്ല. അപ്പൊ യോഗ സാധനങ്ങളിലൂടെ ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധമാക്കി കൺട്രോളിലാക്കി ആ പഴയ ആൾക്കാര് ഉപനിഷത്ത് പഠിച്ച് ജ്ഞാനികളായി. ജ്ഞാനിയായ ശേഷം അവർ ജ്ഞാനനിഷ്ഠയ്ക്ക് വേറെ സാധനങ്ങളെ കൊണ്ടുവന്നു. ജ്ഞാനനിഷ്ഠ ഉണ്ടാകാൻ അവർ വേറെ സാധന തന്നെ ചെയ്തു. മുമ്പ് ചെയ്ത സാധനകള് എപ്പോ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗം. ഒരു ജ്ഞാനിയാകാനായിട്ടുള്ള മാർഗത്തിലൂടെ വരുമ്പോഴുള്ള സാധനങ്ങൾ, കുറേ സാധനങ്ങൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ ധാരാളം സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഈ അറിവിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഈ അറിവിൽ നിൽക്കാനായിട്ടുള്ള ആഗ്രഹം ക്ലാസ്സുകളിൽ എന്തിനാ ഒന്നും വേണ്ട, ഈ ഉപനിഷത്ത് ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങള്, വലിയ വലിയ ആചാര്യന്മാരുടെ ഭാഗവത ക്ലാസ്സുകൾ, സംസ്കൃത ക്ലാസ്സുകൾ, സംസ്കൃതം പഠിക്കാനായിട്ടുള്ള പോക്ക്, ഇതെല്ലാം കുറെ സാക്രിഫൈസും കൂടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഉറപ്പാണ്. എല്ലാവരുടെ ജീവിതത്തിൽ നോക്കാം, വേറെ എന്തോ കാര്യത്തെ മാറ്റിവെച്ചിട്ടാണ് ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത്.
സമയം ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. ഏറ്റവും വിലപ്പെട്ട സമയത്തെ ഇപ്പൊ എനിക്കറിയാം, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി, എനിക്ക് നേരിട്ട് പരിചയമുള്ള സുബ്രഹ്മണ്യ സ്വാറൊക്കെ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തി. അതില് എത്രമാത്രം സാക്രിഫൈസ് അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ആത്മീയ പാതയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തന്റെ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നത്. ഇത് വലിയൊരു കാര്യമല്ലേ? വലിയൊരു കാര്യമാണ്. ഇതൊരു സാധന തന്നെയാണ്, വലിയ സാധനയാണ്. ആ സാധനയെ ഇനിയും കൂട്ടണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സാധന ചെയ്യുന്നത് തന്നെയാണ്, ഓരോ തരത്തിലും. ഇപ്പൊ വീട്ടില് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം 3 മണിക്കൂർ കൊണ്ട് അടുക്കളയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നവർ പലരും 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ചെയ്തിട്ട് ബാക്കി 1 മണിക്കൂർ കുറെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഈ വരിയിൽ മനസ്സിനെ നിർത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഇതൊക്കെ സാധനയുടെ ഭാഗമാണ്, എല്ലാ സാധനയുടെ ഭാഗമാണ്. ഇതിലേക്കുള്ള ഇൻട്രസ്റ്റ് നിലനിർത്തി കൊണ്ടുപോകുന്ന എല്ലാം സാധനയാണ്. ഇവിടെ പറയുന്നത് അങ്ങനെ കുറെ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ സാധനകളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ സാധനകളല്ല ഇനി വേണ്ടത്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധന. നമുക്ക് ആദ്യം ഒരു എന്തോ ഒരു വിഷമമൊക്കെ തോന്നുന്നത് കേൾക്കുമ്പോൾ കേട്ടോ. പക്ഷെ അത് ശരിക്കും അതിന്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അറിയാം നമ്മൾ ഏത് തലത്തിലേക്ക് ഉയരണമെന്നാണ് ആചാര്യസ്വാമി ആഗ്രഹിക്കുന്നത് എന്നത് പറയുമ്പോൾ മനസ്സിലാവും. ആദ്യം കേൾക്കുമ്പോൾ തോന്നും അയ്യോ അങ്ങനെയാണോ, പക്ഷെ അതിലെവിടെയാണ് നമ്മളെ ഉയർത്താനായിട്ട് എന്താണ് ആചാര്യസ്വാമി പറയുന്നത് അപ്പോ മനസ്സിലാവും. അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയും. അപ്പോ നേരത്തെ ഈ കാര്യങ്ങൾ എന്താ ശ്രവണം മനനം, ആ ശ്രവണനത്തിലും മനനത്തിലും ചെയ്തിരുന്ന സാധനങ്ങൾ അല്ല ഇനി പറയാൻ പോകുന്ന നിധിധ്യാസനത്തിലെ സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ചില വ്യത്യാസങ്ങൾ തോന്നും, ചില കാര്യങ്ങൾ കേൾക്കും അതെന്താ അങ്ങനെയെന്ന് തോന്നും. പക്ഷെ ചിന്തിക്കണം, കൂടുതൽ കൂടുതൽ ചിന്തിക്കണം. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേജ് മാറി ഇനി ഈ ശരീരപാദത്തിന് മുമ്പ് ഈ സ്റ്റേജിൽ നിന്ന് നേടാവുന്നത് നേടിയിരിക്കണം എന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് ഈ നിധിധ്യാസനം എന്നുള്ള പാഠം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. സൊസൈറ്റിയിൽ പോയി ഇപ്പൊ നേരത്തെ മുമ്പ് ചെയ്ത സാധനങ്ങൾ ഇനി വേണ്ട എന്നാണ് പറയുന്നത്. അത് ആവശ്യമില്ല. കർമ്മയോഗം എന്ന സാധനം ചിന്തിച്ചു നോക്കിയാൽ വളരെ ശരിയാണ്. ഇപ്പോഴും കർമ്മങ്ങളുടെ പുറകിൽ നമ്മൾ പോയാലോ, ഓരോ കർമ്മങ്ങളുടെ പുറകിൽ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, ഇതിന്റെയൊക്കെ പുറകെ ഇനി പോകാവോ? ബ്രഹ്മത്തെ മനസ്സിലാക്കിയവൻ പോകാവോ? സർവവും ഭഗവാൻ എന്ന് മനസ്സിലാക്കിയവൻ പോകാവോ? കാണുന്നതൊന്നും സത്യമല്ല, എല്ലാം മിഥ്യയാണ്, അനുഭവം എന്ന് പറയുന്നത് പോലും സത്യമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇപ്പോഴും ആ ഗ്രഹം ശനി ദോഷം ചെയ്യുന്നു, രാഹു വരുന്നു, ഇപ്പൊ കേതു കയറി പിടിക്കും, വ്യാഴം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു നേരത്തെ പോയി, ഇപ്പൊ ചൊവ്വ കയറി വന്നു ഒന്നും പറയണ്ട, ആകെ പ്രശ്നമായി. ഇങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്. ഇതൊക്കെ ബാലിശമായ ചിന്തകളാണ് ആദ്യത്തെ സ്റ്റേജിലുള്ളത്. ഇനി അവിടെ നിന്നൊക്കെ പോരണം, എല്ലാം മുന്നോട്ട് വരണം. അപ്പോ അതേമാതിരി കർമ്മം, ഗണപതി ഹോമം കഴിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഗണപതി ഹോമം നടത്തി ഇതിനെ മാറ്റിയേക്കാം. അതൊക്കെ ആദ്യത്തെ സ്റ്റേജിലുള്ള കാര്യമാണ്. ഇനി അതിലൊന്നും പോയി കുടുങ്ങി നിൽക്കരുത്, അവിടെ നിന്നൊക്കെ കടന്നു വരണം. നിഷേധിക്കലല്ല ഇത്, അവനവന്റെ ഇത് നിഷേധമായിട്ട് എടുക്കരുത്. അങ്ങനെ ചിലർ ഉടനെ പറയും എന്നാ നിഷേധമല്ല. നിങ്ങളുടെ സ്റ്റേജ് ഏതാച്ചാ നിങ്ങൾ ചെയ്യുക. കുഞ്ഞായിരിക്കുമ്പോൾ ഏത്തപ്പഴം വളരെ അതിൻ്റെ അകത്തെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വളരെ ബന്ധു രീതിയിൽ നല്ല രീതിയിലാക്കി സ്പൂണ് കൊണ്ട് കുഴച്ച് വായിൽ തന്നിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ ഏത്തപ്പഴം കഴിക്കുന്നത്? ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ വയസ്സായവർ പല്ലൊക്കെ പോയവരങ്ങനെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ നോർമൽ കോഴ്സിൽ നമ്മളിപ്പോ കഴിക്കുന്ന ഏത്തപ്പഴം കഴിക്കുന്നത് എങ്ങനെയാ? കപ്പ കഴിക്കുന്നത് എങ്ങനെയാ? കുഞ്ഞിനെ കഴിച്ചിരുന്ന പോലെയാണോ കഴിക്കുന്നത്? അപ്പൊ ഓരോ സ്റ്റേജിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ച് എല്ലാ കാര്യത്തിലും ഉണ്ട്, ഈശ്വര കാര്യത്തിലും ഉണ്ട്, ഈശ്വര കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോ കർമ്മയോഗം എന്ന് പറയാം, കർമ്മകാണ്ഡത്തിൽ ഉറച്ച്. അതുകൊണ്ടാണ് ഗീതയിൽ പറഞ്ഞേ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞല്ലോ വ്യക്തമായിട്ട് കർമ്മകാണ്ഡത്തിൽ കുടുങ്ങി നിൽക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇതാണ്, അത് വേണ്ടതല്ല, അവിടെ നിൽക്കരുതെന്നേ പറഞ്ഞു. അതിലേക്കൂടെ വരരുതെന്ന് പറഞ്ഞില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണത്, അതിൽ കൂടി വരരുത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിൽ കൂടി തന്നെ വരണം. അതിൽ കൂടി വന്നു നമ്മൾ അതിൽ കൂടെയൊക്കെ വന്നവരാണ്. ഇത്രയും ജീവിച്ച കാലത്തിൽ കർമ്മകാണ്ഡല്ലേ കൂടുതൽ ചെയ്തിരിക്കുന്നത്, അല്ലേ?
ജ്ഞാനകാണ്ഡത്തിലാണോ കൂടുതൽ ജീവിച്ചിരിക്കുന്നത്? അല്ല. ഇത്ര നാൾ നമ്മൾ കർമ്മകാണ്ഡത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നത്, ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് പതുക്കെ മോചിതരാകണം. കാരണം പുതിയ നിഷ്ഠകൾ വരുന്നു, അതിന് വേണ്ടിയിട്ടാ. അത് കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കാനല്ല, പുതിയ നിഷ്ഠകളിലേക്ക് വരുന്നു. അപ്പൊ കർമ്മയോഗം എന്ന സാധനം. പിന്നെ സേവ, ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? ഭഗവാന്റെ ഏറ്റവും വലിയൊരിതാണ് സേവ, സേവനം. സേവനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണം കിട്ടിയ ആളോടാണ് ഇപ്പൊ പറയുന്നത്, നിങ്ങൾ ഇനി സേവനത്തിന് പോകേണ്ട ആളല്ല. അവിടെയാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ഉള്ള മാറ്റം. ഇനി സേവനത്തിന് പോകേണ്ട ആളല്ല, അതിനെക്കാട്ടിലും ഉയർന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇനി എന്നും സേവനം ചെയ്തുകൊണ്ടിരുന്ന പോരാ. അപ്പൊ നേരത്തെ സേവനം ചെയ്തതോ? യെസ്, വെരി ഗുഡ്. നേരത്തെ സേവനം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മനസ്സുണ്ടായേ. എന്ത് മനസ്സുണ്ടായേ? ഈശ്വരനെ അറിയണം, ഈശ്വര സാക്ഷാത്കാരം നേടണം, ഉപനിഷത്ത് പഠിക്കണം. ഇതെല്ലാം അങ്ങനെ ഉണ്ടായതാണ്. ഈ മനസ്സിന് നേരത്തെ പറഞ്ഞല്ലോ, ഈ ജന്മത്തിൽ തന്നെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ധാരാളം സേവന മനസ്ഥിതി ഉണ്ടായതുകൊണ്ട് ദാനം ചെയ്തിട്ടുണ്ട്, എത്രയോ പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ മനസ്സിൽ വന്ന് നിൽക്കുന്നത്. പൂർണ്ണമായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമാക്കണം. അതിനാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി അങ്ങനെ അവിടെ മാത്രം നിന്ന് സമയം കളയരുത്. അപ്പൊ മനസ്സ് ശുദ്ധമായി കിട്ടിയത് നേരത്തെ ചെയ്ത സാധനങ്ങൾ കൊണ്ടാണ്. ഇനി ശുദ്ധമായ മനസ്സിൽ ശുദ്ധമായി നിർത്താനാണ് പഠിക്കാൻ പോകുന്നത്. വിശാലമായതും സേവനത്തിലൂടെയാണ്. ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് എത്തിയത് മുമ്പുള്ള കർമ്മകാണ്ഡത്തിൽ കൂടെയും സേവനത്തിൽ കൂടെയൊക്കെ തന്നെയാണ്, പല സാധനങ്ങളിൽ കൂടെയാണ്. ഇനിയോ? ഇനി ജ്ഞാനനിഷ്ഠയാണ് മുഖ്യം. മന ഏകാഗ്രത പഠിച്ചു, മനഃശുദ്ധി പഠിച്ചു, മനവിശാലത പഠിച്ചു. ഇനി ഇതിനെ നിലനിർത്തലാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? വിശാലത പിന്നെന്താ നമുക്കറിയാലോ. എന്താണ് വിശാലത? എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം, എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരെയും ഈശ്വരനെ കാണണം. നമ്മൾ പഠിച്ചു. പറ്റുന്നുണ്ടോ? ഒരു നിമിഷം പോലും പറ്റില്ല. ഉറപ്പല്ലേ? അവനവന്റെ വീട്ടിൽ പറ്റുന്നുണ്ടോ? സ്വന്തം കുട്ടികളോട് പറ്റുന്നുണ്ടോ? സ്വന്തം ഭാര്യയോട് പറ്റുന്നുണ്ടോ? ഭർത്താവിനോട് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. പക്ഷെ നമുക്കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ട് ആചാര്യസ്വാമി അത് ചെയ്യിക്കും. അതിനെന്ത് വേണം? ആചാര്യസ്വാമി പറയുന്ന കാര്യങ്ങൾ അതേപടി, ഇനി ഈ നിധിധ്യാസനത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ആചരിക്കണം. സൊസൈറ്റിയിൽ പോയാൽ എന്താ കുഴപ്പം? ഞാൻ ഇനി സേവനത്തിന് പോയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഞാൻ ഈ കർമ്മകാണ്ഡത്തിൽ ഇനി പോയാൽ എന്നാ കുഴപ്പം? കുഴപ്പമുണ്ട്. പല തടസ്സങ്ങളും അവിടെ നിങ്ങളുടെ ഈ വളർച്ചയ്ക്ക് സൃഷ്ടിക്കപ്പെടും. ഒരുപാട് തടസ്സങ്ങൾ അവിടെ വരും. ദ്വൈതം കയറി വരും, പടപടാന്ന് ദ്വൈതം കയറി വരും. ഇല്ലേ? ഗണപതി ഹോമം ചെയ്യുമ്പോൾ എന്താ? ഗണപതി വേറെ, ഞാൻ വേറെയാണല്ലോ. ഗണപതി ഭഗവാൻ അനുഗ്രഹം തരുന്ന ആള്, ഞാൻ അനുഗ്രഹം സ്വീകരിക്കുന്ന ആള്. ഗണപതി ഭഗവാൻ പണക്കാരൻ, നമ്മൾ വിച്ചക്കാരൻ. ഇങ്ങനെ ഈ ദ്വൈതത്തിൽ കിടന്ന് കുടുങ്ങി അവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോ ജ്ഞാനം, ഇത്രയും അറിവ് ലഭിച്ചിരിക്കുന്നു, ഇനി ഇതിനെ നിലനിർത്തലാണ്. അപ്പൊ ഇങ്ങനെ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കാൻ, ഇപ്പൊ സേവനം ചെയ്യാനായിട്ട് ഗ്രാമസേവ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ കിണർ കുഴിക്കാൻ പോകുന്നു, ജനങ്ങൾക്ക് അരി കൊണ്ടു കൊടുക്കാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരുമ്പോൾ വള്ളത്തിൽ എല്ലാം സഹായിക്കാൻ പോകുന്നു, പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ജ്ഞാനനിഷ്ഠയ്ക്ക് നിങ്ങൾക്ക് നേരം കിട്ടില്ല. ജ്ഞാനനിഷ്ഠയ്ക്ക് നേരം കിട്ടാതെ കൊണ്ടുപോകും. യാത്രകൾ ചെയ്യുക, ഇഷ്ടംപോലെ യാത്ര ചെയ്യുക, പുണ്യക്ഷേത്രങ്ങൾ കാണുക, പല പല സ്ഥലങ്ങൾ കണ്ട് അവിടെയൊക്കെയുള്ള ഓരോ അമ്പലങ്ങളിലുള്ള ഭഗവാനെ കണ്ടിട്ട് വരിക. ഇവിടെ കാണുമ്പോൾ അയ്യോ അവിടെ പോയില്ലല്ലോ, അങ്ങോട്ട് പോകും. തിരുപ്പതി പോകുമ്പോൾ അയ്യോ പഴനി പോയില്ലല്ലോ, അങ്ങോട്ട് പോകും. പഴനി പോകുമ്പോൾ കൊടുങ്ങല്ലൂർ പോയില്ലല്ലോ എന്ന് തോന്നും. ഇങ്ങനെ ആ കൊടുങ്ങല്ലൂർ പഴനി എൻ്റെ ദൈവം അവിടെ പോയില്ലെങ്കിൽ ജീവിതം പോയി. അപ്പോഴേക്കാണ് തൃപ്പൂണിത്തുറ ഉത്സവം. അല്ലേ? ഒരു നേരമെങ്കിലും ഉത്സവം ഭഗവാനെ പോയി തൊഴുതില്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇതെല്ലാം ദ്വൈതത്തിൽ കിടന്നുള്ള കളിയല്ലേ? മൊത്തം ദ്വൈതത്തിൽ കിടന്നുള്ള കളിയാണ്. അത് വേണമായിരുന്നു, അല്ലെ? ആ ഭഗവാന്റെ ചൈതന്യം, ആ ഭഗവാന്റെ ചൈതന്യത്തെ എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ചൈതന്യം എത്രത്തോളം വ്യാപിക്കുന്നു, ഉത്സവങ്ങൾ സമയങ്ങളിൽ പൂജാദികൾ കൊണ്ട് ദേശം മുഴുവൻ എത്തിക്കുന്നു എന്ന് മനസ്സിലായി. അവിടെ ചെല്ലുമ്പോൾ നമുക്കും ആ ചൈതന്യം കിട്ടുന്നു മനസ്സിലായി. ഇതെല്ലാം മനസ്സിലായി. ചൈതന്യമൊക്കെ കയ്യിലുണ്ട് ഇപ്പോ.
ഞാൻ ചൈതന്യമാണ് എന്നാണല്ലോ പറഞ്ഞത്. ആത്മാവാണ്, ശരീരമല്ല. ഞാൻ തന്നെ സ്വയം ചൈതന്യമാണ് എന്ന് പറഞ്ഞു തന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിനെ വീണ്ടും പോയി കളയാവോ? ഇല്ല. ആ ചൈതന്യ സ്വരൂപനായിട്ട് ജീവിക്കേണ്ട ഇനി നിസ്സാര കാര്യമാണോ? അപ്പോ സമയം കളയരുത്. അങ്ങനൊക്കെ പോയിട്ട് ഈ നിഷ്ഠയിലിരിക്കാനുള്ള സമയമാണ് പോവുക. അങ്ങനെ പോകുമ്പോ നിഷ്ഠയിലിരിക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞു തരും ഇനിയിപ്പോ. യാത്രകള്, പുണ്യക്ഷേത്ര ദർശനങ്ങള്, ആ സാധനങ്ങൾ വേണ്ട കാലത്ത് ചെയ്തല്ലോ. ആ ചെയ്തതിന്റെ ഗുണമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരാജയം. ചെയ്ത സാധനയുടെ ഫലമാണിപ്പോ. അതൊന്നും വേസ്റ്റ് ആയിട്ടില്ല, ഒന്നും വേസ്റ്റ് ആവൂല്ല. ഇനിയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അടുത്തതിലേക്ക് പോണ്ടേ, അടുത്ത ക്ലാസ്സിലേക്ക് കയറണ്ടേ. തോറ്റിട്ടില്ല, എന്നാൽ പാസ്സാക്കി അടുത്തതിലേക്ക് കടത്തിയിട്ടുമില്ല, ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോ യോഗം ജ്ഞാനിയാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് തന്നിട്ടുണ്ട്. യോഗ ചെയ്യുന്നവർക്കൊക്കെ അതുണ്ട്, എല്ലാവർക്കും. ആചാര്യസ്വാമി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതഞ്ജലി മഹർഷി ആ യോഗ സാധനങ്ങളിൽ ഉപയോഗിച്ച കുറെ വാക്കുകളെ, അത് തന്നെ ആ വാക്കുകളെ തന്നെ എടുത്തിരിക്കുന്ന ആചാര്യസ്വാമി കുറെ വാക്കുകളെ പതഞ്ജലി യോഗത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ വിശേഷമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ് നിധിധ്യാസനത്തിനായിട്ട്. വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തില് മനസ്സിന് പക്വത ഉണ്ടാകാനായിട്ട്, അവിടെ അല്ലേ ഒത്തിരി ബെനിഫിറ്റ്സ് കൂടെ വരുമല്ലോ, അതിനുവേണ്ടി ആ സാധനാകാലത്ത് യോഗ സാധനയിൽ ഉപയോഗിച്ച 15 വാക്കുകൾ സ്വാമി ഇവിടെ എടുത്തിരിക്കുകയാണ്, ആചാര്യസ്വാമി. ആ 15 വാക്കുകളെ എടുത്തിട്ട് അവിടത്തെ അർത്ഥമല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വേറെ ഒരു ആചാര്യസ്വാമികൾ തനതായ ഒരു അർത്ഥ പരിവേഷം കൊടുത്തുകൊണ്ട് ആ സാധനകൾക്ക് പുതിയ പുതിയ മാനങ്ങൾ കണ്ടുകൊണ്ട് അതിലൂടെ ഒരാളെ ജ്ഞാനനിഷ്ഠനാക്കാനുള്ള കാര്യങ്ങളാണ് ആചാര്യസ്വാമി ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വാക്കുകൾ ഒരു സാധകന് ഫെമിലിയറാണ്. നേരത്തെ പറഞ്ഞല്ലോ, പണ്ടത്തെ ആൾക്കാര് യോഗ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്, വേദാന്തത്തിലേക്ക് വരുന്നത്. അപ്പോ അവർക്ക് അത് വളരെ ഫെമിലിയർ ആണ്. ഏത് അവിടെ ഉപയോഗിച്ച വാക്കുകൾ നമുക്കും കുഴപ്പമില്ല, കുറെയൊക്കെ നമുക്കറിയാം. അവിടെ ഉപയോഗിച്ച നമ്മൾ കുറെ പഠിച്ചത് കൊണ്ട്, കുറെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ട് അവിടെ ഉപയോഗിച്ച ആ വാക്കുകളെല്ലാം നമുക്കും അറിയാം. അതിന്റെ അർത്ഥതലങ്ങളെ ആചാര്യസ്വാമി നമുക്ക് വേറൊരു രീതിയിൽ നിധിധ്യാസനത്തിനായിട്ട് മാറ്റി കൊണ്ടുവരാം. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ പ്രദക്ഷിണം വെക്കുക, ഗിരിബലം അല്ലേ, ഗിരിബലം എന്നൊരു സംഭവമുണ്ട്. പിന്നെ ഈശ്വര വിഗ്രഹ ദർശനം. ഇങ്ങനെ ഇതൊക്കെ മനഃശുദ്ധിയെ തരും. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു, ഇതൊക്കെ നമ്മൾ ചെയ്തു. അപ്പോ എന്തുണ്ടായി? കുറെ അറിവ് കിട്ടി, കുറെ ജ്ഞാനം കിട്ടി. ഞാൻ ഏത് ദൈവത്തെ പ്രദക്ഷിണം വെച്ചുവോ, ഏത് വിഗ്രഹത്തിൽ ഈശ്വരനെ ദർശിച്ചുവോ, ആ ദൈവം തന്നെ പഞ്ചഭൂതമായി എല്ലാം ആയി ലോകമായി ഇവിടെ ഇതാ കാണപ്പെടുന്നു എന്ന ജ്ഞാനം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കിട്ടി ഇല്ലേ? പറയുമ്പോ നമുക്കറിയുന്നുണ്ട് എന്താ, കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. സൂക്ഷ്മ രൂപത്തിൽ നിന്ന് സ്ഥൂല രൂപത്തിലേക്ക് വന്ന ബ്രഹ്മം. സ്ഥൂല രൂപം എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ ഇച്ഛയാൽ ഉണ്ടായി. ഇതെല്ലാം ഇച്ഛയിൽ ഉണ്ടായതാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഇത് മിഥ്യയാണ്, തോന്നലാണ്, ഇത് നാശമുള്ളതാണ്, ഇതൊരു ക്രിയേഷനാണ്, സങ്കല്പമാണ്, എന്തെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ ഒരു ജ്ഞാനം നമുക്ക് വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. ഇനി ഈ പ്രദക്ഷിണ പരിപാടികള്, യാത്രാ പരിപാടികള്, സേവാ പ്രവർത്തനങ്ങള്, ഇതുമായിട്ട് ഒരു സാധകൻ സമയം കളയരുത് എന്നാണ് പറയുന്നത്. ഗുരുനാഥൻ പറയാണ്, ഇനി ഇങ്ങനെ സമയം കളയരുത്. രാവിലെ പോയി ഒരു 11 പ്രദർശനം വെക്കാം അമ്പലത്തിൽ. ആ പ്രദർശനം വെച്ച് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഇനിയും അത് തന്നെ മതിയോ? പോരല്ലോ, അടുത്തതിലേക്ക് പോകണ്ടേ? അടുത്തതിലേക്ക് പോകണമെങ്കിൽ ആ സമയം ഇവിടെ ഉപയോഗിക്കണം. ആ 11 പ്രദർശനം വെക്കാൻ അവിടെ ഒരു 20 മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ 20 മിനിറ്റ് ഇവിടെ ഉപയോഗിക്കണം. എന്തിന്? നിധിധ്യാസനത്തിന്. സാധകൻ 1 മിനിറ്റ് പോലും കളയരുത്. അടുത്ത സ്റ്റേജാ. സമയം കളയാനില്ല നമ്മുടെ കയ്യിൽ.
ഈ സാധനയില് അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കേണ്ട, ഓരോ കാൽ മുന്നോട്ട് വെക്കുന്നതും രാവിലെ എണീറ്റ് ഒരു കാല് വെച്ചാൽ അത് പ്രദക്ഷിണമാണെന്ന് മനസ്സിലാക്കണം. ഓരോ പ്രവർത്തനവും സാധനയാക്കി മാറ്റാനാണ് പറയുന്നത്. ഓരോ ഒരു കാൽ വെച്ചാൽ അത് പ്രദക്ഷിണം. ജ്ഞാനത്തിന് മുമ്പ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, ജ്ഞാനിയായ ശേഷം സർവവ്യാപിയാണ് ഈശ്വരൻ എന്നറിഞ്ഞ ശേഷം, സർവാത്മകത്വം അറിഞ്ഞ ശേഷം വയ്ക്കുന്ന ഓരോ കാലടിയും പ്രദക്ഷിണം. എവിടെ കൊണ്ടുപോയ ആചാര്യസ്വാമി നമ്മളെ എത്തിക്കണേ നോക്കൂ. എവിടെ ഇത് മാനസികമായിട്ട് ഈ തലത്തിലേക്ക് ഉയരണ്ടേ? നിസ്സാര കാര്യമാണോ? ഇതിനും അഭ്യാസം തന്നെയാണ് പറ്റുള്ളൂ. അഭ്യാസം, നിത്യാഭ്യാസത്തിൽ കൂടെ പറ്റുള്ളൂ. ഓരോ സ്റ്റെപ്പും പ്രദക്ഷിണമായി കാണണം. ഇനി നിധിധ്യാസനം ചെയ്യുന്ന സാധകന് ഓരോ കാൽവയ്പും പ്രദക്ഷിണം. അയാൾക്ക് ക്ഷേത്രം വലം വയ്ക്കലല്ല, പ്രദക്ഷിണം. ഓരോ സ്റ്റെപ്പും പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം എന്ന വാക്ക് അയാൾ ഉപയോഗിച്ചാൽ അയാളുടെ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ്. അയ്യോ പ്രദക്ഷിണമോ, ഞാൻ അമ്പലത്തിൽ പോയില്ലല്ലോ എന്ന് മണ്ടത്തരം പറഞ്ഞേക്കരുത്. ഞാൻ വെക്കുന്ന ഓരോ കാലടിയും പ്രദക്ഷിണം തന്നെയാണ്. സർവ്വസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിനെയാണ് പ്രദക്ഷിണം വെക്കുന്നത്. എന്റെ ഓരോ കാൽവയ്പും പ്രദക്ഷിണമാണ് എന്ന് ആദ്യം അവനവൻ ഉള്ളിൽ തിരിച്ചറിയണം. പിന്നെ നേരത്തെ പറയാറുണ്ട്, ഇത് ആരോടും പോയി പറയേണ്ട കാര്യമല്ല, അവനവന്റെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്, മറ്റുള്ളവരോട് പറയേണ്ട കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ അല്പജ്ഞാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്നാ, ഇതങ്ങ് പ്രസംഗിക്കും മറ്റുള്ളവരോട്. അവർക്കോട്ട് മനസ്സിലാവില്ല. കാരണം നമ്മളും അജ്ഞാനി, അയാളും അജ്ഞാനി. നമ്മൾ ഇത്തിരി അജ്ഞാനി അല്ല എന്ന് ഭാവിക്കുന്നുള്ള, അയാൾ സ്വയം അജ്ഞാനിയായിട്ടിരിക്കുന്ന ആൾ. അപ്പൊ അയാൾ പറയും, ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കളിയാക്കും. പിന്നെ ഇയാൾ വലിയൊരു അവിടുത്തെ ദേവേന്ദ്രനായിട്ട് പൊക്കിയിരിക്കുന്ന ആളാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവനവന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവൂ. ഞാൻ രാവിലെ എണീറ്റു ഒരു കാല് താഴെ വെക്കുമ്പോൾ ഭഗവാനെ ഇതാ എന്റെ പ്രദക്ഷിണം എന്ന് സ്വയം ഉള്ളിൽ പറയുക. അല്ലാതെ വല്ലവരോടും പറയാൻ പാടുമോ? അത് അമ്പലത്തിൽ പോകുന്നവരെ കളിയാക്കാൻ പാടുമോ? പാടില്ല. എന്ത് ചുമ്മാ രാവിലെ എണീറ്റ് 10 11 പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടക്കുന്നു. ഇയാളൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാ? നമ്മളറിയാതെ പറഞ്ഞു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഉള്ളിൽ ഉണ്ടാകുന്ന അഹം പൊങ്ങി വരുന്നതാണ്. ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കി, അതുകൊണ്ട് മനസ്സിലാകാതിരിക്കുന്നവരെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം ഉള്ളിൽ വരും. ഇതൊക്കെ ക്ലിയർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അത് അറിയാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് പറയാം. ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു ഗുണം? അമ്പലത്തിൽ പോകാനൊക്കെ പറയുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ദിവസം ചെയ്യുന്നുണ്ട്, ആ അമ്പലത്തിൽ പോയി എന്താ സാർ ഇതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് മനഃശുദ്ധി ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും, നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സന്ദർഭം വരും, നിങ്ങൾക്ക് നല്ലൊരു ഗുരുനാഥനെ കിട്ടും, വേദാന്തമൊക്കെ പഠിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാവും, ഇത് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നല്ലത് തന്നെയാണെന്ന് പറയണം. അല്ലാതെ അയാളോട് ഫസ്റ്റ് പ്രദർശനം വെച്ചിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ, ഈശ്വരൻ എല്ലായിടത്തും ഇല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോണേ എന്നൊന്നും ചോദിക്കരുത് ആരോടും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവിടെ ഇല്ലേ ഈശ്വരൻ? അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ എന്നാ മണ്ടത്തരവാ പറയണേ? ഈശ്വരൻ ഇല്ലേ അവിടെ? ഈശ്വരൻ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ. അയാൾ പോട്ടെ, അയാൾ പോയി അയാൾക്ക് മനസ്സിലാക്കി വരട്ടെ. ഇപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭഗവാനാണെന്ന് എത്ര പേർക്ക് ഇപ്പൊ പറയാൻ പറ്റും? അതനുസരിച്ച് എത്ര പേർക്ക് ജീവിക്കാൻ പറ്റും? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ടെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നൊരു സമയമാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് പൂർവജന്മത്തിലെ വാസനകളിൽ പോയി ഒട്ടുന്നൊരു സമയമാണ്. അതിന് സമയം കൊടുക്കരുത്. അങ്ങോട്ട് ഒട്ടാനേ ഇനി സമയം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഭാവനയാണ് മുഖ്യം. നിധിധ്യാസകൻ എന്താണ് മുഖ്യം? ഭാവന. എല്ലാം എന്ത് ഭാവനയിലായിരിക്കണം? സർവം ബ്രഹ്മം എന്ന ഭാവനയിലായിരിക്കണം. പതഞ്ജലി മഹർഷി വാക്കുകളുടെ ഡിക്ഷണറി മീനിങ് വിട്ട് വേറെ സാധനയ്ക്ക് പറ്റിയ മീനിങ് കണ്ടെത്തിയിട്ടാണ് അവിടെ പഠിപ്പിച്ചത്, യോഗ പഠിപ്പിച്ചത്. ഡിക്ഷണറി മീനിങ് അല്ല അവിടെ പഠിപ്പിച്ചത്. ആ വാക്കുകളുടെയൊക്കെ ആ സാധനയ്ക്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, ആ യോഗയ്ക്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, ആ വാക്കുകളുടെ മീനിങ്ങിന് അതിനെ അങ്ങനെയാണ് ഉപയോഗിച്ചെങ്കിൽ. അതുപോലെ ആചാര്യസ്വാമികൾ എന്ത് ചെയ്തു? പതഞ്ജലി മഹർഷി ഉപയോഗിച്ച 15 വാക്കുകളെ എടുത്ത് നിധിധ്യാസനം എന്ന സാധനയ്ക്ക് എങ്ങനെയാണോ അതിന്റെ
മീനിങ്ങിനെ കൊണ്ടുവരേണ്ട ആ രീതിയിൽ കൊണ്ടുവന്ന് നമ്മളെ എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട് ആചാര്യസ്വാമി അവിടെ വിവരിച്ചിരിക്കുന്നു. അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. സ്പെഷ്യൽ മീനിങ് എന്ന് പറയാം. സ്പെഷ്യൽ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനികൾക്ക് കൊടുക്കുന്ന മീനിങ് അല്ലത്. ഉപനിഷത്തൊക്കെ പഠിച്ച് കുറച്ച് അറിവ് വന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന നിധിധ്യാസകനാകാൻ പോകുന്ന ആൾക്ക് കൊടുക്കുന്ന, ശ്രവണ മനനാദികൾ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന അർത്ഥമാണ് സ്പെഷ്യൽ മീനിങ്. ഇവിടെ ആചാര്യസ്വാമികൾ 15 സാധനങ്ങളെയാണ് എടുക്കുന്നത് യോഗസൂത്രത്തിൽ നിന്ന്. ഈ 15 വാക്കുകളും പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അജ്ഞാനി ഈ 15 സാധനങ്ങളെ യോഗശാസ്ത്രം പറഞ്ഞ രീതിയിൽ തന്നെ കൈപ്പറ്റണം. അജ്ഞാനി ശ്രദ്ധിക്കണം, അജ്ഞാനി ഈ 15 വാക്കുകളെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിൽ തന്നെ കൈപ്പറ്റണം. ജ്ഞാനിക്കോ, അതായത് ശ്രവണ മനനാദികൾ കഴിഞ്ഞിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ സ്റ്റേജിലുള്ളവർക്കോ ഈ സാധനങ്ങളെ ആചാര്യസ്വാമി ഇപ്പൊ പറഞ്ഞു തരുന്ന രീതിയിലുള്ള അർത്ഥങ്ങളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ ശ്ലോകത്തില് നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നിർത്താം, അരമണിക്കൂറാവുന്നു. ഈ ശ്ലോകത്തില് 15 സാധനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക്. പഞ്ച അംഗാനി അധോ വക്ഷ്യേ. അധോ അതായത് ഇപ്പോ ഞാൻ ആരംഭിക്കുന്നു. എന്ത്? വക്ഷ്യേ, പറയാൻ പോകുന്നു. എന്ത്? അഹം വക്ഷ്യേ എന്നാണ് വക്ഷ്യേ എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. അഹം വക്ഷ്യ, ഞാൻ പറയാൻ പോകുന്നു. 3 പഞ്ച 5, അപ്പൊ എത്രയായി? 3 × 5 15. പഞ്ച അംഗാനി, അംഗങ്ങൾ. 15 അംഗങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. എന്തിനു വേണ്ടി? നിധിധ്യാസനത്തിന് വേണ്ടിയിട്ട്. 15 അംഗങ്ങളോട് കൂടിയ സാധനങ്ങളെ പറയാൻ പോകുന്നു. എന്തിന്? പൂർവ ഉക്തസ്യ ഹി ലബ്ധയെ. പൂർവോക്തസ്യ ഹി ലബ്ധയെ. പൂർവ ഉക്തസ്യ ഹി ലബ്ധയെ. നേരത്തെ പറഞ്ഞ, എന്താണ് നേരത്തെ പറഞ്ഞേ? എന്താണ് നേരത്തെ പറഞ്ഞേ? നേരത്തെ പറഞ്ഞത് മോക്ഷം, മുക്തി, ഇതല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. ആ പറഞ്ഞ അതിന്റെ ലബ്ധിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പൂർവ ഉക്തസ്യ ഹി ലബ്ധയെ, നേരത്തെ പറഞ്ഞ ആ മോക്ഷം, അമൃതത്വം, ഇതിനു വേണ്ടി പറയുന്നു. മുമ്പ് പറഞ്ഞ ജ്ഞാനത്തില് നിഷ്ഠ കിട്ടുവാൻ പറയുന്നു. നിഷ്ഠനായാലല്ലേ മുക്തിയുള്ളൂ. നിഷ്ഠ കിട്ടുവാൻ വേണ്ടി പറയുന്നു. ഈ 15 സാധനങ്ങളെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം. തൈശ്ച സർവേ സദാ കാര്യം നിധിധ്യാസനമേവതു. തേ സർവൈഹി, ഈ 15 സാധനങ്ങളെ സദാ എപ്പോഴും നിധിധ്യാസതു ഏവ കാര്യം, സാധകൻ നിധിധ്യാസനം എന്ന സാധനയെ ചെയ്യണം. ഈ ഇനി പറയാൻ പോകുന്ന 15 സാധനകളോടെ വേണം ഒരു സാധകൻ നിധിധ്യാസനം എന്ന സാധനയെ ചെയ്യേണ്ടത്. ഏവതു, നിധിധ്യാസനം മാത്രം. വളരെ ശ്രദ്ധിക്കണം, അത് ഏവത്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നിധിധ്യാസത്തു ഏവ കാര്യം. ഏവത്തു എന്നുള്ളത് നിധിധ്യാസനം മാത്രം. ഈ പറയുന്ന മീനിങ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിധിധ്യാസനം മാത്രമാണ്. ഈ 15 വാക്കുകളുടെ ആചാര്യസ്വാമി തരുന്ന മീനിങ് കൊണ്ട് ചെയ്യേണ്ടത്. വേറെ ഒന്നും ചെയ്യരുതെന്ന് കൂടി മനസ്സിലാക്കണം. അതുപയോഗിച്ചിട്ട് വേറെ ഒന്നും ചെയ്യരുത്. ഈ നിധിധ്യാസനം ചെയ്യാനാണ് ആചാര്യസ്വാമി ഈ പ്രത്യേക അർത്ഥങ്ങൾ ഇവിടെ തരുന്നത്. വേറെ ഒന്നും ആ വാക്കുകൾ ആചാര്യസ്വാമി തരുന്ന അർത്ഥം ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. അതായത് എന്താ? അതിന്റെ അർത്ഥം എന്താ? സിമ്പിളാണ്, ഫുൾ കമ്മിറ്റ്മെന്റ്. ഇത് ചെയ്യണം, വേറൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫുൾ കമ്മിറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഫുൾ കമ്മിറ്റ്മെന്റ്. ഒരു കട്ടുകെട്ട് അങ്ങോട്ടും വ്യതിചലിക്കരുത്. ആചാര്യസ്വാമി പറയുന്നതിന് ഫുൾ കമ്മിറ്റ്മെന്റോടുകൂടി സ്വീകരിക്കണം. അപ്പൊ അതിനൊരു, ഇപ്പൊ ഗുരുനാഥൻ ഒരു തമാശ പറഞ്ഞു. ഒരാളോട് ചോദിച്ചത്രേ, താങ്കളുടെ ഹോബി എന്താണ് എന്ന് ചോദിച്ചു. എന്റെ ഹോബി വേദാന്തം. ആലോചിച്ച് നോക്കൂ, വേദാന്ത ഒരു ഹോബി ആണെങ്കിൽ എന്താ സ്ഥിതി? അതുപോലെ ആകരുതെന്നാ പറയുന്നത്. എന്താണ് ഹോബി എന്ന് ചോദിച്ചപ്പോ വേദാന്തം. വേദാന്തം ഹോബി ആക്കേണ്ട കാര്യമാണോ? ഇങ്ങനെ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ആചാര്യസ്വാമി തരുന്ന നിർദ്ദേശങ്ങളെ
നിധിധ്യാസനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതെന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? പൂർവം ഉക്തസ്യഹി ലബ്ധേ, മുമ്പ് പറഞ്ഞത് കിട്ടും. എന്താ മുമ്പ് പറഞ്ഞത്? മോക്ഷം, ഈശ്വര സാക്ഷാത്കാരം, അമൃതത്വം, സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്നുള്ള അറിവ്. ഇത്രയാണ് ഈ ശ്ലോകത്തിന്റെ ഒരു സാമാന്യ അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ നിധിധ്യാസനത്തിന്റെ ആവശ്യകതയെ ഒന്നുകൂടി ആചാര്യൻ പറയും. കാരണം അതിന്റെ ആ സബ്ജക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫൈനൽ സബ്ജക്റ്റ് അല്ലേ. അപ്പൊ അതിനെ ആചാര്യസ്വാമി വീണ്ടും ഒന്നുകൂടെ അതിന്റെ കാര്യങ്ങളെ പറഞ്ഞു തരും അടുത്ത ശ്ലോകത്തിൽ. ഏതായാലും ഇന്ന് ഇത്രയും സമയം ഇന്ന് എടുക്കേണ്ടി വന്നത്, അത് ഇടയിൽ നിർത്തിയാൽ അത് സുഖാവില്ല. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം അത്രയും ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല നമുക്ക് അതിനകത്ത് ഇറങ്ങിയാൽ അതിനകത്ത് വിട്ടുപോകാൻ തോന്നുന്നില്ല. ഒരു പരമാർത്ഥം പറയുകയാണ്. ഈ അപരോക്ഷാനുഭൂതിയുടെ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് അല്ലല്ലോ, ആക്ച്വലി നമ്മളൊരു ഇന്ററാക്ഷൻ നടത്തുന്നുള്ളതേ ഉള്ളൂ. ആ ഇത് വായിച്ചു തുടങ്ങിയാൽ, ഇത് പഠിച്ചു തുടങ്ങിയാൽ ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നില്ല മനസ്സിന്. അപ്പൊ ഏതായാലും ഇന്ന് ഇപ്പൊ ഇത്രയും സമയമായി. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു ബലവും കൂടി ആചാര്യസ്വാമികളും ഭഗവാൻ ബാബയും നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. വീണ്ടും കാണാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം.